നമസ്കാരം. സുഹൃത്തെ, നിങ്ങൾ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആണ് എങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ നാളെ തന്നെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും മാറിപ്പോയോ, നിങ്ങൾ കേട്ടെന്തെങ്കിലും മാറിപ്പോയോ എന്ന് വിചാരിക്കേണ്ട. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ കുട്ടി യു.പിയിലോ ഹൈസ്കൂളിലോ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ അഥവാ ലഹരി മുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരിയുടെ ഉപയോഗം. ചെറിയ കുട്ടികൾക്ക് വരെ മിഠായിയുടെ രൂപത്തിലൊക്കെയാണ് ലഹരി എത്തുന്നത്. പിന്നെ സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴത്തേന് പൂർണ്ണമായി അതിന് അഡിക്റ്റായി പോവുകയാണ്. അയ്യോ, എൻ്റെ കുട്ടിയൊന്നും അത് ഉപയോഗിക്കില്ല, എൻ്റെ കുട്ടി വളരെ ഡീസൻ്റാണ് എന്ന് നമ്മൾ പറഞ്ഞ് കണ്ണടച്ചിരുട്ടാക്കരുത്. ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുടെ വീട്ടിലെ കുട്ടികൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. നോക്കൂ, നമ്മളൊരു ചെടി വളർത്തുകയാണെങ്കിൽ അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കും, അല്ലേ? പക്ഷെ വെള്ളം ഒഴിക്കുന്നത് കൂടിക്കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകും. എന്നതുപോലെയാണ് നമ്മുടെ മക്കളും. നമ്മളവരെ സ്നേഹിക്കുക, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാം, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, ഇതെല്ലാം ചെയ്യാം. പക്ഷേ അവർ കുട്ടികളാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതായത് നമ്മുടെ ഒരു കരുതലും നിയന്ത്രണവും അവരുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. അവരെവിടെ പോകുന്നു, സ്കൂളിൽ കൃത്യമായിട്ട് പോകുന്നുണ്ട്, അവരുടെ കൂട്ടുകാരാരൊക്കെയാണ്, അതുപോലെ തന്നെ അവർക്ക് ട്യൂഷന് കൃത്യമായിട്ട് പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കുക. അവരുടെ സ്കൂൾ ബാഗ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. അതിലൊരു മടിയും വിചാരിക്കേണ്ട. അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണത്. എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പേടിപ്പിച്ച് നിർത്തണമെന്നല്ല. നമ്മൾ അവരെ വളരെയധികം സ്നേഹിക്കുക, വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക. പക്ഷേ നിയന്ത്രണങ്ങൾ കൊടുക്കേണ്ടടുത്ത് നിയന്ത്രണങ്ങൾ കൊടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കൂളുകളിൽ നിന്ന് ശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടോ ഉള്ള പല കാര്യങ്ങളും പഠിക്കുന്നതിന് വേണ്ടി പല വിസിറ്റുകളും പോകാറുണ്ട്. എന്നതുപോലെ സ്കൂളുകളിൽ നിന്നോ വീടുകളിൽ നിന്നോ കുട്ടികളെ ഈ ഡി അഡിക്ഷൻ സെൻറ്ററുകളിലേക്ക് ഒന്ന് വിസിറ്റ് കൊണ്ടുപോകണം. മറ്റ് ഭാഗങ്ങളിൽ നമ്മൾ വിസിറ്റ് പോകുന്നത് അവിടെയുള്ള കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി നമ്മുടെ പഠനത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും പകർത്താനാണെങ്കിൽ, കുട്ടികൾ ഇവിടെ പോയി ഇവിടുത്തെ ആ ഒരു ഭീകരത, അവിടുത്തെ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ കണ്ട് ഇത് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന ഒരു തിരിച്ചറിവ് അവരിലേക്ക് കൊണ്ടുവരാൻ അത് ഉപകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാതാപിതാക്കൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ അധ്യാപകരുമായിട്ടും നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് ചർച്ച ചെയ്യുക. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നത്. നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.